ഹായ് ഓൾ. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് S3 അകത്തിരിക്കുന്ന ഡ്യൂറബിലിറ്റി റിലേറ്റഡ് ആയിട്ടിരിക്കുന്ന ഫീച്ചേഴ്സിനെ പറ്റിയിട്ടാണ്. അപ്പം ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ റെപ്ലിക്കേഷനെ പറ്റി ഡിസ്കസ് ചെയ്തു, വേർഷനിങ്ങിനെ പറ്റി ഡിസ്കസ് ചെയ്തു. അപ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് S3 അകത്ത് തന്നെ ഇരിക്കുന്ന ഡാറ്റ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടിരിക്കുന്ന വേറൊരു ഫീച്ചറിനെ പറ്റിയിട്ടാണ്. അതാണ് ഒബ്ജക്റ്റ് ലോക്ക് എന്ന് പറയുന്നത്. അപ്പം ഒബ്ജക്റ്റ് ലോക്ക് എന്തിന് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ ആക്സിഡൻ്റൽ ആയിട്ടോ അല്ലെങ്കിൽ മലീഷ്യസ് യൂസർ വഴിയോ അത് ഡിലീറ്റ് ചെയ്യുന്നതും ഓവർറൈറ്റ് ചെയ്യുന്നതും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പ്രോഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒബ്ജക്റ്റ് ലോക്ക് നമ്മൾ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ നമുക്ക് എനേബിൾ ചെയ്ത് കൊടുക്കാം, ഒരു കോൺഫിഗറേഷൻ വെച്ചിട്ട് എനേബിൾ ചെയ്ത് കൊടുക്കാം. ബൈ ഡിഫോൾട്ട് എനേബിൾഡ് ആയിരിക്കില്ല. അപ്പം നമുക്കായിട്ട് S3യുടെ കോൺഫിഗറേഷനിൽ പോയിട്ട് അത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഓവർറൈറ്റ് ചെയ്യാനോ പറ്റത്തില്ല. ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സെറ്റിങ്സ് ഉണ്ട്. നമുക്കത് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളത് നോക്കാം. മേ ബി നമുക്ക് ഫിക്സഡ് എമൗണ്ട് ഓഫ് ടൈമിലേക്ക് ഈ പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ ഡിലീറ്റ് ചെയ്യാൻ പാടില്ല എന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇൻഡെഫിനിറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിലും സെറ്റ് ചെയ്ത് വെക്കാം. ചില സമയങ്ങളിൽ നമുക്കത് ആവശ്യമാവും. ചില കംപ്ലയിൻറ്റ്സ് ഡാറ്റയും ലീഗൽ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് ചില ഡാറ്റേനെ ഇങ്ങനെ ഇതിൻ്റെ അഡ്മിന് പോലും ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ റൂട്ട് യൂസർക്ക്, AWSൻ്റെ അകത്തിരിക്കുന്ന റൂട്ട് യൂസർക്ക് പോലും ഈ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അതിനെ മാറ്റി വെക്കണം എന്നൊക്കെ ചില നമുക്ക് ലീഗലായിട്ടിരിക്കുന്ന റൂളുകളും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. അല്ലെങ്കിൽ തന്നെ നമ്മളുടെ പർപ്പസ് ചിലപ്പോൾ കാര്യങ്ങളുണ്ടാവും. അതായത് നമ്മളിപ്പോൾ ഒരു ലോഗ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലോഗ് 30 ഡേയ്സ് ആരും ഡിലീറ്റ് ചെയ്ത് പോവരുത്, ഈവൻ ലൈഫ് സൈക്കിൾ പോളിസി പോലും ഡിലീറ്റ് ചെയ്ത് പോവരുത് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പം ഇത് ഫൈനലി ഉള്ള സെറ്റിങ്സ് ആണ്. ഇതിൻ്റെ ടോപ്പിൽ ആരെങ്കിലും ഡിലീറ്റ് ചെയ്യോ അല്ലെങ്കിൽ ഏതെങ്കിലും ലൈഫ് സൈക്കിൾ പോളിസി വഴി ഡിലീറ്റ് ചെയ്യോ അങ്ങനെയൊന്നും നടക്കത്തില്ല. ഇത് നമുക്ക് ഫൈനലി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ പിന്നെ ഒരാൾക്കും ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ S3 അകത്തിരിക്കുന്ന ഒബ്ജക്റ്റ് ലോക്ക് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന സാധനം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഒബ്ജക്റ്റ് ലോക്ക് എന്ന് പറയുന്നത് കുറച്ചൊരു കൺഫ്യൂസിങ് ആയിട്ടിരിക്കുന്ന കോൺഫിഗറേഷൻ ആണ് ഉള്ളത്. അപ്പം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പം നമ്മളിതിപ്പോൾ ഇരിക്കുന്നത് S3യുടെ കൺസോളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് പുതിയതായിട്ടിരിക്കുന്ന ഒരു ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇതെന്ന് പറയുന്നത് അഡ്മിൻ യൂസർ ആണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ക്രിയേറ്റ് ബക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിക്കുന്നു. എന്നിട്ട് ഇവിടെ ഒരു പേര് കൊടുക്കുന്നു നമ്മളുടെ ബക്കറ്റിന്. ഓക്കെ, എന്നിട്ട് അടിയിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കാണാൻ പറ്റും. ബാക്കിയെല്ലാം ഞാൻ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുന്നു. ഒരു കാര്യം കൂടെ നോക്കണേ, ബക്കറ്റ് വേർഷനിങ് നമ്മൾ എനേബിൾ ചെയ്യേണ്ടതുണ്ട്. കാരണം നേരത്തെ നമ്മൾ റെപ്ലിക്കേഷൻ ചെയ്ത സമയത്ത് ഈ കാര്യം ഡിസ്കസ് ചെയ്തിരുന്നു. എല്ലാ ഇതുപോലെയുള്ള S3യുടെ ഡാറ്റ പ്രൊട്ടക്ഷൻ്റെ ആയിട്ടിരിക്കുന്ന സാധനങ്ങളെല്ലാം ബേസ് ചെയ്തിരിക്കുന്നത് S3യുടെ വേർഷനിങ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഫീച്ചറിനെ ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് നമുക്ക് റെപ്ലിക്കേഷനും ഒബ്ജക്റ്റ് ലോക്കും പോലെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ആ പറഞ്ഞിരിക്കുന്ന ബക്കറ്റിൻ്റെ അകത്ത് വേർഷനിങ് എനേബിൾ ചെയ്തിരിക്കണം. അപ്പം നമ്മളിവിടെ ആദ്യം തന്നെ വേർഷനിങ് എനേബിൾ ചെയ്യണം. ബൈ ഡിഫോൾട്ട് ബക്കറ്റിൻ്റെ അകത്ത് വേർഷനിങ് എന്ന് പറയുന്നത് ഡിസേബിൾഡ് ആയിരിക്കും. അപ്പം നമ്മളത് എനേബിൾ ചെയ്യുന്നു. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിയിലോട്ട് അഡ്വാൻസ് സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ളതൊന്നുണ്ട്. അതൊന്ന് ഡ്രോപ്പ് ഡൗൺ ചെയ്യുക. ഡ്രോപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒബ്ജക്റ്റ് ലോക്ക് ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. അതൊന്ന് എനേബിൾ ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ ഒരു വാർണിംഗ് AWS കാണിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തവണ നമ്മൾ ഒരു ബക്കറ്റിൻ്റെ അകത്ത് ഒബ്ജക്റ്റ് ലോക്ക് എനേബിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ഡിസേബിൾ ചെയ്യാൻ പറ്റത്തില്ല, പെർമനൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇത് മോസ്റ്റ്ലി ഒബ്ജക്റ്റ് ലോക്ക് പോലുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു കംപ്ലയിൻസ് പർപ്പസിന് വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു ബക്കറ്റിൻ്റെ അകത്ത് ഒരു തവണ ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അത് ഡിസേബിൾ ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കേണ്ടതില്ല എന്നുള്ളത് അതൊരു സെക്യൂരിറ്റി പർപ്പസ് പോലെയുള്ള AWS ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, അപ്പം അങ്ങനെ ഒരു കാര്യമുണ്ട്. ഒരു തവണ നമ്മൾ ഒബ്ജക്റ്റ് ലോക്ക് എനേബിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഡിസേബിൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മളത് സ്പെസിഫിക്കലി അത് നമ്മൾ ബോധത്തോടു കൂടിയാണ് ചെയ്യുന്നത് എന്നൊന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് AWS ഈ പറഞ്ഞിരിക്കുന്ന മെസ്സേജ് കാണിക്കുന്നത്. നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി ഒരു പ്രാക്ടീസ് ആയിട്ടുണ്ടാവും അല്ലേ, ഇങ്ങനെയുള്ള നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് എക്സ്പ്ലിസിറ്റ്ലി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ചിലപ്പോൾ ഇത് ഇംപ്ലിസിറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ AWSന് ചെയ്തു പോകായിരുന്നു. പക്ഷെ അത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമുക്കൊരു ചെക്ക് ബോക്സ് ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം നമുക്ക് അറിയാമെന്ന് AWS എൻഷുർ ചെയ്യുന്നതാണ് ഈ ഒരു മെത്തേഡ്. ഇത് ത്രൂ ഔട്ട് ഇത് AWSൻ്റെ അകത്ത് കൺസോളിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ താക്കുന്നത് ഒബ്ജക്റ്റ് ലോക്ക് ഒരിക്കലും എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഡിസേബിൾ ചെയ്യാൻ പറ്റില്ല. ഡിസേബിൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ടും എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന വേർഷനിങ്ങും നമുക്ക് ഡിസേബിൾ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, നമ്മളിവിടെ ക്രിയേറ്റ് ബക്കറ്റ് അടിക്കുന്നു.
ഓക്കെ. ഇത് തൽക്കാലത്തേക്ക് ഈ വാർണിംഗ് എല്ലാം നമുക്കൊന്ന് ഇഗ്നോർ ചെയ്യാം. അഡീഷണൽ കുറച്ചും കൂടെ സെറ്റിംഗ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ. നമുക്ക് കുറച്ചും കൂടെ എത്തുമ്പം കാണാം. ഓക്കെ. അപ്പോൾ നമ്മളിത് കളയുന്നു. അപ്പോൾ നമ്മൾ ബക്കറ്റ് ഇവിടെ പ്രോപ്പറായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രോപ്പറായിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോപ്പർട്ടീസ് എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേർഷനിങ് എനേബിൾഡ് ആണ്. അത് കഴിഞ്ഞിട്ട് അടിയിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒബ്ജക്റ്റ് ലോക്ക് എനേബിൾഡ് ആണ് എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന ഒരു കാര്യം കാണും. ഡിഫോൾട്ട് റെസ്ട്രിക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമുക്ക് വരാം എന്താണ് എന്നുള്ളത് കാര്യം. ഓക്കെ. നമ്മളിവിടെ പോകുന്നു. എന്നിട്ട് നമ്മൾ ഒബ്ജക്ട്സിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. എന്നിട്ട് നമ്മളിവിടെ ഒരു അപ്ലോഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ. ഞാനിവിടെ ഒരു ഫയൽ സെലക്ട് ചെയ്യുന്നു, അപ്ലോഡ് ചെയ്യുന്നു, അപ്ലോഡ് കൊടുക്കുന്നു. ഓക്കെ. അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പം ഇതിൽ വേർഷനിങ് എനേബിൾഡ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും ഇപ്പോൾ വന്നിട്ടുണ്ടാകുക. ഓക്കെ. ഇനി ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് അഡ്മിൻ യൂസറാണ്. അപ്പം ഞാൻ വേറൊരു യൂസറെ കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ്. ആ യൂസർക്ക് എന്ന് പറയുന്നത് നിധി IAM എന്ന് പറഞ്ഞിട്ടുള്ള യൂസറാണ്. IAM യൂസറാണ്. അപ്പം അതിന് വളരെ ബേസിക് ആയിട്ടിരിക്കുന്ന കുറച്ച് പെർമിഷനും കാര്യങ്ങളേ ഉള്ളൂ. അങ്ങനെ കാര്യമായിട്ടുള്ള പെർമിഷനൊന്നുമില്ല. പക്ഷേങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റ് ഡിലീറ്റ് ചെയ്യാനും അല്ലെങ്കിൽ വേർഷൻ ഡിലീറ്റ് ചെയ്യാനും എല്ലാം ഉള്ള പെർമിഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതായത് S3-ക്കകത്തിരിക്കുന്ന കുറച്ച് പെർമിഷനുള്ള വളരെ ലിമിറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു യൂസർ. ഓക്കെ. അപ്പം ആ യൂസർക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റിനെ ഡിലീറ്റ് ചെയ്യാൻ ഇപ്പോൾ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ. ഇതിപ്പോൾ ക്രിയേറ്റ് ചെയ്ത യൂസർ തന്നെയാണ്. ആ യൂസറെ യൂസ് ചെയ്യാതെ കുറച്ചും കൂടെ കൺട്രോൾഡ് ആയിട്ടുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള പെർമിഷൻസ് ഉള്ള ഒരു യൂസറെ വെച്ചിട്ട് നമ്മളിതൊന്ന് ചെയ്ത് നോക്കുകയാണ്. ഓക്കെ. അപ്പം അത് ഞാനിവിടെ വേറൊരു ടാബിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കൊഗ്നിറ്റോ വിൻഡോ ആണ്. ക്രോമിൻ്റെ കൊഗ്നിറ്റോ വിൻഡോ ആണ്. അതുകൊണ്ട് നമുക്ക് വേറൊരു ടാബിലും കൂടി നമുക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ. 2 യൂസേഴ്സിന് ഒരേ സമയത്ത് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമ്മളിതിനെ ഡിലീറ്റ് ചെയ്യാൻ നോക്കുകയാണ്. ഇത് ഡിലീറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഞാൻ കൺസോളിലല്ല ഞാൻ ഡിലീറ്റ് ചെയ്യാൻ നോക്കുന്നത്. പകരം ഞാൻ CLI വെച്ചിട്ടാണ് ഡിലീറ്റ് ചെയ്യാൻ നോക്കുന്നത്. കാരണം കൺസോളിൻ്റെ അകത്ത് കുറച്ചും കൂടെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഒബ്ജക്റ്റ് ലോക്ക് വരുന്ന സമയത്ത് അത് ഒരു വിധത്തിലും ഡിലീറ്റ് ചെയ്യില്ല. അങ്ങനെയുള്ള കുറച്ച് റെസ്ട്രിക്ഷൻസ് എല്ലാം കൺസോളിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഫീച്ചർ നമുക്ക് കംപ്ലീറ്റ്ലി അത് അഡീഷണൽ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻ മാത്രമാണ്. കൺസോളിന് മാത്രമുള്ള റെസ്ട്രിക്ഷനാണ് AWSൻ്റെ മൊത്തത്തിൽ. അതായത് CLIയോ അല്ലെങ്കിൽ അങ്ങനെ ഈ ഫീച്ചർ ഇന്നത് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല. കൺസോളിന് മാത്രം സ്പെസിഫിക് ആയിട്ട് കൺസോൾ വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഉള്ള സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് മാത്രമാണ്. അപ്പം അത് വെച്ചിട്ട് ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഫീച്ചർ കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്തെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ കൺസോളിൽ ഡയറക്റ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാതെ ഞാൻ CLI വെച്ചിട്ട് ഡിലീറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ. CLI ഓൾറെഡി ഫെമിലിയർ ആണെന്ന് വിചാരിക്കുന്നു. CLI എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതും ഈ പറഞ്ഞിരിക്കുന്ന എങ്ങനെ ഓപ്പറേഷൻസ് ബേസിക് ഓപ്പറേഷൻ ചെയ്യാമെന്നുള്ളതൊക്കെ നോക്കിയിരുന്നു അല്ലേ. അപ്പം ഞാനിത് വെച്ചിട്ട് ഞാനിവിടെ ഈ പറഞ്ഞിരിക്കുന്ന ഡിലീറ്റ് ഒബ്ജക്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ. ഡിലീറ്റ് ഒബ്ജക്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ വേർഷനെയാണ് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ വേർഷനെ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു. ഇവിടെ ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ. ഡിലീറ്റ് ചെയ്തു. ഇനി നമുക്കിവിടെ പോയിട്ടൊന്ന് നോക്കി നോക്കാം അല്ലേ. ഇവിടെ ഡിലീറ്റ് ആയി. അതായത് നമ്മൾ ഈ ബക്കറ്റിൻ്റെ അകത്ത് നമ്മൾ ഒബ്ജക്റ്റ് ലോക്ക് എനേബിൾഡ് ആണ്. സ്റ്റിൽ ഇവിടെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഒബ്ജക്റ്റ് ലോക്ക് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിനെ ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാനോ റെസ്ട്രിക്റ്റ് ചെയ്യാനാണ് എന്ന് നമ്മൾ പഠിച്ചിരുന്നു. പക്ഷേങ്കിൽ സ്റ്റിൽ ഇവിടെ നമുക്കതിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റി. എന്തുകൊണ്ടാണ് ഡിലീറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതാണ് നേരത്തെ നമ്മളിവിടെ വന്നു. ഇവിടെ നമ്മൾ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പോയിട്ടുണ്ടാവും. കാരണം അവിടെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അല്ലേ. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന നമ്മളുടെ ഈ ഒബ്ജക്റ്റ് ലോക്ക് എന്ന് പറയുന്നത് ബക്കറ്റിൻ്റെ അകത്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി ആണെങ്കിലും അതിന് ഒബ്ജക്റ്റ് ലെവലിലും കൂടി നമ്മൾ കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് കംപ്ലീറ്റ്ലി പ്രൊട്ടക്റ്റഡ് ആകത്തുള്ളൂ. ഒബ്ജക്റ്റ് ലോക്ക് എന്ന് പറയുന്നത് ബക്കറ്റ് ലെവൽ പ്രോപ്പർട്ടിയാണ്. അതായത് ബക്കറ്റിലാണ് നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റ് ലോക്ക് എനേബിൾ ചെയ്യുന്നത്. പക്ഷെങ്കിൽ ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റിൻ്റെ അകത്ത് കൂടി നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള പെർമിഷൻ, കുറച്ച് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനുള്ള പെർമിഷൻ ഈ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റ് ലോക്കിലുണ്ട്. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് രണ്ടും കൂടെ കുറച്ചും കൂടെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള പോർഷനാണത്. അതായത് ഒബ്ജക്റ്റ് ലോക്ക് ബേസിക്കലി ബക്കറ്റിൻ്റെ പ്രോപ്പർട്ടി ആണെങ്കിൽ കൂടി അതിൻ്റെ കുറച്ച് കൺട്രോൾസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ലെവലിൽ കൂടി അതിനെ കുറച്ച് കൺട്രോൾ ചെയ്യാനുള്ള പ്രോപ്പർട്ടീസ് AWS തരുന്നുണ്ട്. അതായത് കുറച്ചും കൂടെ ഫൈൻ ഗ്രെയിൻഡ് ആണ്. ഒബ്ജക്റ്റ് ലെവലിൽ കൂടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പ്രോപ്പർട്ടീസ് സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒബ്ജക്റ്റ് ലെവലിൽ ഒരു ഒബ്ജക്റ്റിനെ അതായത് 2 3 ഒബ്ജക്റ്റിനെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും പോസിബിൾ ആണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ. അപ്പം നമുക്ക് എങ്ങനെ ഇതിനെ കംപ്ലീറ്റ്ലി ലോക്ക്ഡ് ആക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ. നമ്മളിവിടെ എടുക്കുന്നു,
ആഡ് ഫയൽസ് ഒരു വട്ടം കൂടി അപ്ലോഡ് ചെയ്യാണ്. നമ്മൾ നേരത്തെ ചെയ്ത പ്രാക്ടീസ് നമ്മൾ ഒരു തവണ കൂടി ചെയ്യാണ്. അപ്ലോഡായതിന് ശേഷം നമ്മൾ ഈ ഒബ്ജക്റ്റിനെ എടുക്കുകയാണ്. ബക്കറ്റിനെ അല്ലേ, ഒബ്ജക്റ്റിനെ എടുത്തു കഴിഞ്ഞാൽ അടിയിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ലോക്കിൻ്റെ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ലോക്ക് ലീഗൽ ഹോൾഡും, രണ്ടെന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ലോക്ക് റീടെൻഷനാണ്. ലീഗൽ ഹോൾഡ് എന്താണെന്നുള്ളത് നമുക്ക് വരാം. ആദ്യം നമുക്ക് ഒബ്ജക്റ്റ് ലോക്ക് റീടെൻഷൻ്റെ അകത്തേക്ക് പോകാം. ഓക്കെ, ഇപ്പോൾ റീടെൻഷൻ മോഡ് എന്ന് പറയുന്നത് ഡിസേബിൾഡ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന സാധനത്തിന് നമുക്ക് ഡിസേബിൾ ചെയ്യാൻ പറ്റിയത്. ഈ പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ നമുക്ക് ഡിസേബിൾ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ നമ്മളൊന്ന് എഡിറ്റ് ചെയ്യുന്നു. എഡിറ്റ് ചെയ്തിട്ട് ഇതിനെ എനേബിൾ ചെയ്ത് കൊടുക്കണം. അതായത് നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഈ കാറ്റ് ന്യൂ JPG എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെ കംപ്ലീറ്റ്ലി ലോക്ക്ഡ് ആക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സാധനം കൂടി നമുക്ക് എനേബിൾ ചെയ്ത് കൊടുക്കണം. റിട്ടൻഷൻ പീരീഡ് എത്രയാണ്, അല്ലെങ്കിൽ റിട്ടൻഷൻ മോഡ് എന്താണ്, റിട്ടൻഷൻ പീരീഡ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ റിട്ടൻഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 മോഡുകൾ കാണാൻ പറ്റും. 2 രീതികളിൽ നമ്മൾ ലോക്ക് ചെയ്യാൻ പോവുകയാണ് അല്ലേ. ഈ ഒബ്ജക്റ്റിനെ നമ്മൾ കംപ്ലീറ്റ്ലി ലോക്ക് ചെയ്യാൻ പോവുകയാണ്. അതായത് ഡിലീറ്റ് ചെയ്യാനോ ഓവർറൈറ്റ് ചെയ്യാനോ പറ്റാത്ത രീതിയിൽ നമ്മളതിനെ ലോക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പം അങ്ങനെ ലോക്ക് ചെയ്യുന്ന കാര്യത്തിനെ നമുക്ക് 2 രീതികളിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലോക്ക് ചെയ്യാം. അതായത് എത്രത്തോളം കാലം ഇതിനെ ലോക്ക് ചെയ്ത് വെക്കണം, ആർക്കൊക്കെ ഇതിനെ ഈ പറഞ്ഞിരിക്കുന്ന സാധനത്തിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കുറച്ചും കൂടെ കൺട്രോൾസ് അല്ലെങ്കിൽ കൺട്രോൾഡ് ആയിട്ടുള്ള രീതിയിലാണ് ആ ലോക്കിനെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പ്യുവർലി ലോക്ക് ചെയ്ത് വെക്കല്ല, അതിൽ കുറച്ചും കൂടെ ഫീച്ചേഴ്സ് കൊടുക്കുന്ന രീതിയിൽ ലോക്ക് ചെയ്യാണ്. ഓക്കെ, അപ്പം അതിന് 2 മോഡുകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഗവേണൻസ് മോഡും, രണ്ടാമതെന്ന് പറയുന്നത് കംപ്ലൈൻസ് മോഡുമാണ്. അപ്പോൾ ഗവേണൻസ് മോഡിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, യൂസേഴ്സ് വിത്ത് സ്പെസിഫിക് IAM പെർമിഷൻ ക്യാൻ ഓവർറൈറ്റ് ഓർ ഡിലീറ്റ്. അതിനെ എല്ലാവർക്കും ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒബ്ജക്റ്റ് ലോക്ക് ഡിലീറ്റ് ചെയ്യാൻ ലോക്ക് ചെയ്യാന്നാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ മുകളിലിരിക്കുന്ന കുറച്ചും കൂടെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ കുറച്ചും കൂടെ പ്രോപ്പർട്ടീസ് നമ്മൾ സെറ്റ് ചെയ്യാണ് ഈ ഗവേണൻസ് മോഡും കംപ്ലൈൻസ് മോഡും വെച്ചിട്ട്. അപ്പോൾ ഗവേണൻസ് മോഡിൽ ചെയ്യുന്നത് നിങ്ങൾ ലോക്ക് ചെയ്യുന്നു, പക്ഷേങ്കിൽ ആ ലോക്ക് ചില IAM പെർമിഷൻ ഉള്ള യൂസേഴ്സിന് ഓവർറൈറ്റും ഡിലീറ്റും ചെയ്യാൻ പറ്റും. എല്ലാവർക്കും പറ്റത്തില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചില യൂസേഴ്സിന് മാത്രം ഈ പറഞ്ഞിരിക്കുന്ന പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സാധനവും നമുക്ക് കംപ്ലീറ്റ്ലി അങ്ങനെ ലോക്ക് ചെയ്തിടാൻ പറ്റത്തില്ല നമ്മളുടെ ഇതിൻ്റെ അകത്ത്. അതായത് ചില യൂസേഴ്സിന് ഈ പറഞ്ഞിരിക്കുന്ന സാധനത്തിനെ ഡിലീറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ലോക്ക് ചെയ്യണം. പക്ഷേ ചില യൂസേഴ്സിന് നമുക്ക് ചിലപ്പോൾ പെർമിറ്റ് ചെയ്യേണ്ടി വരും. കാരണം നമ്മളുടെ ബിസിനസ് കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ കംപ്ലീറ്റ്ലി നമ്മൾ ബ്ലോക്ക്ഡ് ആയിപ്പോകും. ആരെങ്കിലും ചില ആൾക്കെങ്കിലും അതിനെ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ഓവർറൈറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു ബിസിനസ് യൂസ് കേസ് ആണ് നമുക്കുള്ളതെങ്കിൽ നമുക്ക് ഈ മോഡ് യൂസ് ചെയ്യാം. എന്നിട്ട് ഒരാളായിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന സാധനം ആർക്കൊക്കെ ഏതൊക്കെ യൂസേഴ്സിന് ഈ പറഞ്ഞിരിക്കുന്ന പെർമിഷൻ ഏതാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഈ ഒരു പെർമിഷൻ ആണെന്ന് വിചാരിച്ചാൽ ഈ പെർമിഷൻ ഏതൊക്കെ യൂസേഴ്സിന് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് ഒരാളായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ പുള്ളിക്ക് മാത്രമായിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന സാധനത്തിനെ ഡിലീറ്റ് ചെയ്യാം, ബാക്കി എല്ലാവർക്കും ലോക്ക്ഡ് ആയിരിക്കും. അതാണ് ഗവേണൻസ് മോഡ് എന്ന് പറയുന്നത്. കംപ്ലൈൻസ് മോഡ് എന്ന് പറയുന്നത് നോ യൂസേഴ്സ് ക്യാൻ ഓവർറൈറ്റ് ഓർ ഡിലീറ്റ് എന്നുള്ളതാണ്. അപ്പോൾ കംപ്ലൈൻസ് മോഡിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു യൂസർക്കും ഈ പറഞ്ഞിരിക്കും, അതായത് ഇതിൽ ചില IAM യൂസേഴ്സിന് പറ്റുമായിരുന്നു, രണ്ടും ലോക്ക്ഡ് ആണ്, പക്ഷേങ്കിൽ ഇതിൽ ചില IAM യൂസേഴ്സിന് പറ്റുമായിരുന്നു. ഇത് ആർക്കും പറ്റത്തില്ല. ആർക്കും എന്നുള്ള ടേം ഈവൻ റൂട്ട് യൂസർക്ക് കൂടി ആപ്ലിക്കബിൾ ആണ്. അതായത് AWSൻ്റെ അകത്തിരിക്കുന്ന റൂട്ട് യൂസർക്ക് കൂടി ആ പറഞ്ഞിരിക്കുന്ന സാധനത്തിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ആർക്കും പറ്റത്തില്ല. കംപ്ലീറ്റ്ലി ലോക്ക്ഡ് ആണ്, കംപ്ലൈൻസ് ആയിട്ടിരിക്കുന്ന മോഡാണ്. ഗവേണൻസ് മോഡും കംപ്ലൈൻസ് മോഡും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഗവേണൻസ് മോഡ് കുറച്ചും കൂടെ റെസ്പോൺസിബിൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട സാധനമാണ്. അത് ആർക്ക് വേണം എന്നുള്ളത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ ചെയ്തിട്ട് അലോ ചെയ്ത് കൊടുക്കാം. പക്ഷേ കംപ്ലൈൻസ് മോഡ് എന്ന് പറയുന്നത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സാധനമാണ്. അത് ഒരു വിധത്തിലും നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന സാധനത്തിന് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ചില സമയങ്ങളിൽ അങ്ങനെയുള്ള ബിസിനസ് യൂസ് കേസസ് വരും. അപ്പം ഏത് ബിസിനസ് യൂസ് കേസാണോ നിങ്ങൾ ഇരിക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കണം ഈ പറഞ്ഞിരിക്കുന്ന മോഡ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത് ആ പോയിന്റ്. അപ്പോൾ നമ്മളിവിടെ ഗവേണൻസ് മോഡാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഗവേണൻസ് മോഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന എത്രത്തോളം കാലം ഇതിന് വേണമെന്നുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യാൻ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ നാളെ വരെ റിട്ടേൺ ചെയ്യാമെന്ന് പറഞ്ഞാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും, നാളെ വരെ ഈ പറഞ്ഞിരിക്കുന്ന സാധനം ലോക്ക്ഡ് ആയിരിക്കും. അതായത് ഡിലീറ്റും ഓവർറൈറ്റും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നാളെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് ലോക്ക് ഫ്രീ ആയി.
പിന്നെ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ നോർമൽ ഒബ്ജക്റ്റിനെ ഹാൻഡിൽ ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റും. നോർമലി അങ്ങനെ ഒരു സാധനം വരും. നമ്മളിപ്പോൾ ലോഗ് ഫയലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആക്സിഡൻ്റലി ഡിലീറ്റ് ഒക്കെ ചെയ്തു പോകും. പക്ഷേ ഡിലീറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ ഇൻഫർമേഷൻ ലോസ് ആണ്. അപ്പോൾ ചിലപ്പോൾ നമുക്കൊരു 30 ഡേയ്സ് ഒക്കെ നമുക്ക് ചിലപ്പം ആ ലോഗ് ഫയൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ അകത്ത് വേണ്ടി വരും. അപ്പം ആക്സിഡൻ്റൽ ആയിട്ടുള്ള ഡിലീറ്റ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, നമുക്ക് 30 ഡേയ്സ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ആ ഒബ്ജക്റ്റിനെ ആർക്കും ഈ പറഞ്ഞിരിക്കുന്ന സാധനത്തിൻ്റെ അകത്ത് ഡിലീറ്റ് ചെയ്യത്തില്ല. ഓക്കെ. ഓക്കെ. അപ്പം നമ്മളിവിടെ റിട്ടൻഷൻ മോഡ് സെറ്റ് ചെയ്ത് കൊടുത്തു, റിട്ടൻഷൻ പീരീഡ് സെറ്റ് ചെയ്ത് കൊടുത്തു, എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ സേവ് ചേഞ്ചസ് അടിക്കുന്നു. സോറി, ഇത് ഫീച്ചറിലായിരിക്കണേ, സോറി അത് തെറ്റിപ്പോയി. അപ്പം നമ്മളിവിടെ റിട്ടൻഷൻ മോഡ് സെറ്റ് ചെയ്ത് കൊടുത്തു, റിട്ടൻഷൻ ഇത് സെറ്റ് ചെയ്ത് കൊടുത്തു, നമ്മൾ സേവ് ചേഞ്ചസ് അടിക്കുന്നു. ഓക്കെ. സേവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത കാര്യം ഒന്നും കൂടി ചെയ്യാൻ നോക്കുകയാണ്. അതായത് നമ്മൾ നേരത്തെ ഡിലീറ്റ് ചെയ്തിരുന്നല്ലോ അല്ലേ, അത് ഏത് യൂസറെ വെച്ചിട്ടാണ് നമ്മൾ ഡിലീറ്റ് ചെയ്തത്? നമ്മൾ മറ്റേ നമ്മളുടെ നിധി എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന വേറെ IAM യൂസർ വെച്ചിട്ടാണ് ചെയ്തത്. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടുവരുന്നത്, അതിനെ നമ്മൾ ചെയ്തത് ഈ പറഞ്ഞിരിക്കുന്ന CLI വെച്ചിട്ടായിരുന്നു. അപ്പം ഈ CLIക്കകത്ത് ഞാൻ ഇപ്പം എൻ്റെ സിസ്റ്റത്തിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആക്സസ് കീയും സീക്രട്ട് ആക്സസ് കീ എന്ന് പറയുന്നത് നിധിയുടെയാണ്. അതുകൊണ്ടാണ് അവൻ ഇതാക്കിയത്, വർക്ക് ചെയ്യുന്നത്. നേരത്തെ ഞാൻ വിട്ടുപോയൊരു പോയിന്റാണ്. നിധിയുടെ ആക്സസ് കീയും സീക്രട്ട് ആക്സസ് കീയുമാണ് ഇപ്പം ഞാൻ CLIക്കകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതെങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത് നമ്മൾ ഏർലി പഠിച്ചിരുന്നു. അപ്പം നിങ്ങളത് വെച്ചിട്ട് തന്നെ ചെയ്യണം. അപ്പം നിധിക്ക് വേണ്ടിയിട്ട് ഒരു ആക്സസ് കീ ഉണ്ടാക്കണം. എന്നിട്ട് ആ ആക്സസ് കീ ആയിരിക്കണം ഈ പറഞ്ഞിരിക്കുന്ന CLIക്കകത്ത് സെറ്റ് ചെയ്യണേ. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കാൻ. ഈ നിധി എന്ന് പറയുന്ന യൂസറെ യൂസ് ചെയ്യുന്നത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കൺട്രോൾഡ് ആയിട്ടുള്ള യൂസർക്ക് ഇത് പറ്റുമോ പറ്റില്ലേ എന്ന് കാണിക്കാൻ വേണ്ടി കൂടിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ അല്ലേ, അതായത് ഗവേണൻസ് മോഡ് ആണെങ്കിൽ ചില IAM യൂസേഴ്സിന് മാത്രമേ, ചില IAM പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ എന്നുള്ളത്. നിധിക്ക് IAM പെർമിഷൻ ഇല്ല. അതുകൊണ്ട് പോസിബിളി നമുക്കൊന്ന് നോക്കി നോക്കാം നിധിക്ക് അത് പറ്റുമോ എന്നുള്ളത്. നമ്മളിവിടെ ഒന്ന് റിഫ്രഷ് ചെയ്യുന്നു. അപ്പം പുതിയതായിട്ടിരിക്കുന്നൊരു വേർഷൻ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആ വേർഷനെ കോപ്പി ചെയ്യുന്നു. ആ വേർഷനെ നമ്മൾ ഇവിടെ ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ. ഇത് S3യുടെ ഡിലീറ്റ് ഒബ്ജക്റ്റ്, ബക്കറ്റ് നെയിം ഏതാണോ കീ അതൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുന്നതാണ്. നോർമലി ഇരിക്കുന്ന ഡിലീറ്റിൻ്റെ കമാൻഡ്. ഓക്കെ. ഞാനിവിടെ ഡിലീറ്റ് ചെയ്യാൻ നോക്കുന്നു. ഡിലീറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഇപ്പം എറർ അടിച്ചു. അതായത് എറർ ഒക്കേർഡ്, അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റ് പ്രൊട്ടക്റ്റഡ് ബൈ ഒബ്ജക്റ്റ് ലോക്ക് എന്ന് പറയുന്നത്. അപ്പം ഇപ്പം മാത്രമാണ് ഇത് കംപ്ലീറ്റ്ലി ലോക്ക്ഡ് ആയത്. ഇപ്പം ലോക്ക്ഡായി. ഇനിയിപ്പോൾ നിധിക്ക് ഒരു വിധത്തിലും ഈ പറഞ്ഞിരിക്കുന്ന സാധനത്തിന് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ലോക്ക്ഡായി. അതായത് നാളെ വരെ നമ്മൾ ഗവേണൻസ് മോഡാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ റിട്ടൻഷൻ പീരീഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നാളെ വരെയാണ്. നാളെ വരെ നിധിക്ക് ഇത് പറ്റത്തില്ല. നാളെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിധിക്ക് എന്ത് പറ്റും, ഈ പറഞ്ഞിരിക്കുന്ന സാധനത്തിന് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോഴാണ് ഒരു ഒബ്ജക്റ്റ് നമ്മളുടെ ഒബ്ജക്റ്റ് ലോക്ക് വെച്ചിട്ട് കംപ്ലീറ്റ്ലി സെറ്റ് ആയത്. അപ്പം നമ്മൾ നേരത്തെ ബക്കറ്റ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് മുകളിലൊരു വാർണിംഗ് പോലെ വന്നിരുന്നല്ലോ അല്ലേ, അതായത് ഇപ്പോഴും നിങ്ങളുടെ ഒബ്ജക്റ്റ് കംപ്ലീറ്റ്ലി ലോക്ക്ഡ് അല്ല എന്ന് പറഞ്ഞിട്ട്. അത് ഈ കാരണമാണ്. അതായത് നമ്മൾ ഒബ്ജക്റ്റ് ലെവലിൽ കൂടി ഈ പറഞ്ഞിരിക്കുന്ന റിട്ടൻഷൻ സെറ്റിംഗ് കൂടി സെറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമ്മളുടെ ഒബ്ജക്റ്റ് കംപ്ലീറ്റ്ലി ലോക്ക്ഡ് ആവത്തുള്ളൂ. ഓക്കെ. ഇപ്പം ലോക്ക്ഡായി. ഇപ്പം നാളെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് വീണ്ടും ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. തിരിച്ചു വരുന്നു. നമ്മളുടെ മെയിൻ റെനീഷ് അഡ്മിൻ ഇരിക്കുന്ന ഈ പറഞ്ഞിരിക്കുന്ന സാധനത്തിൻ്റെ അകത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പം ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് നമ്മൾ നേരെ ഒബ്ജക്റ്റ് എടുക്കുന്നു, പ്രോപ്പർട്ടീസ് എടുക്കുന്നു. അപ്പം ഒബ്ജക്റ്റ് ലോക്ക് റിട്ടൻഷൻ എന്ന് പറയുന്നത് ഇതാണ്. 2 രീതികളിൽ നമുക്ക് ആ പറഞ്ഞിരിക്കുന്ന സാധനത്തിനെ പറ്റും. ഇനിയിപ്പോൾ കംപ്ലയിൻസ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, കംപ്ലയിൻസ് മോഡ് ഞാൻ സെറ്റ് ചെയ്യുന്നില്ല, കാരണം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് അത്രയും ദിവസത്തേക്ക് ഇതായിരിക്കും. അപ്പോൾ കംപ്ലയിൻസ് മോഡിൽ ഇരിക്കുന്ന ഒരേ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു IAM യൂസർക്കും ഈ പറഞ്ഞിരിക്കുന്ന സാധനത്തിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അതേപോലെ തന്നെ കംപ്ലയിൻസ് മോഡ് ആവുന്ന സമയത്തും നമുക്ക് എന്ത് ചെയ്യാം, ഒരു പർട്ടിക്കുലർ റിട്ടൻഷൻ പീരീഡ് സെറ്റ് ചെയ്യാം. അതുവരെ ആർക്കും അതിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കംപ്ലീറ്റ്ലി ലോക്ക്ഡ് ആയിരിക്കും ആ സമയത്ത്. ഇതാണ് ഈ 2 തമ്മിലുള്ള വ്യത്യാസം. ഞാനിവിടെ ക്യാൻസൽ ആണ് അടിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സ്പെസിഫിക് പെർമിഷൻ ഉള്ള യൂസേഴ്സിന് ഈ പറഞ്ഞിരിക്കുന്ന സാധനത്തിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിരുന്നു അല്ലേ. നമുക്ക് അതൊന്ന് നോക്കി നോക്കാം. അപ്പം ഞാനിവിടെ പുതിയതായിട്ടിരിക്കുന്ന നമ്മളുടെ നിധിയുടെ അക്കൗണ്ട് ഇരിക്കുന്നു. ഇവിടെ നിന്ന് നമ്മൾ നിധിയുടെ അക്കൗണ്ട് ഇരിക്കുന്നു. ഈ അക്കൗണ്ടിൻ്റെ അകത്ത് ഇപ്പോൾ ഇതാണ് പോളിസി ഇരിക്കുന്നത്. ഞാൻ ഈ പോളിസി മാറ്റിയിട്ട് ഇവിടുന്ന് റിമൂവ് ചെയ്തിട്ട്
ഞാൻ പുതിയൊരു പെർമിഷൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ നിന്ന് മാനേജ്ഡ്, അതായത് ഒബ്ജക്റ്റ് ലോക്കിൻ്റെ ചില IAM പെർമിഷൻ ഉള്ളതിന് ഇത് പോസിബിൾ ആവുമെന്നാണല്ലോ അല്ലേ പറഞ്ഞത്. ആ ഒരു IAM പെർമിഷൻ എനേബിൾ ചെയ്ത് കൊടുത്തിരിക്കുന്ന പോളിസിയാണിത്. നേരത്തെ നമ്മൾ അറ്റാച്ച് ചെയ്ത പോളിസിക്കകത്ത് ആ പെർമിഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പോളിസിക്കകത്ത് ആ പെർമിഷൻ ഉണ്ട്. ആ പെർമിഷൻ എന്ന് പറയുന്നത് ഇതാണ്, S3 ബൈപ്പാസ് ഗവേണൻസ് റിറ്റൻഷൻ എന്ന് പറയുന്ന സാധനമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ ഓപ്പറേഷൻസ് എല്ലാം ചെയ്ത CLI വഴി ഓപ്പറേഷനൊക്കെ ചെയ്ത സമയത്ത് നിധിയുടെ പോളിസി എന്ന് പറയുന്നത് ഇതായിരുന്നു. ഈ പറഞ്ഞിരിക്കുന്ന S3 ബേസിക് പോളിസി ആയിരുന്നു. ഇതിനെ ഡിലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ S3 ബേസിക് ഒബ്ജക്റ്റ് ലോക്ക് എന്ന് പറയുന്ന പോളിസി വന്നത്. അപ്പം ഈ പോളിസിക്കകത്ത് നിധിക്ക് ആ പറഞ്ഞിരിക്കുന്ന പെർമിഷൻ ഉണ്ടായിരുന്നില്ല. അതായത് ഈ പെർമിഷൻ എന്ന് പറയുന്നത് അഡീഷണൽ ആയിട്ട് നമ്മൾ ഈ ഒബ്ജക്റ്റ് ലോക്ക് എന്ന് പറയുന്ന ഈ പോളിസിക്കകത്ത് മാത്രമേ ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. അപ്പം ഈ പോളിസി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു യൂസർക്ക് ഈ പോളിസി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ആ യൂസർക്ക് ഒബ്ജക്റ്റ് ലോക്ക് എനേബിൾഡ് ആണ്, ഗവേണൻസ് മോഡിൽ എനേബിൾഡ് ആണെങ്കിൽ ഈ പെർമിഷൻ ഉണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് 10 യൂസേഴ്സ് ഉണ്ട്. ആ 10 യൂസേഴ്സിൻ്റെ അകത്ത് ഒരു യൂസർക്ക് മാത്രമേ ഇതിനുള്ള പെർമിഷൻ വേണ്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ആ പെർമിഷൻ, നിങ്ങളാണ് അഡ്മിൻ, ഇതിപ്പോൾ നമ്മൾ അഡ്മിൻ യൂസറാണ്, റെനിഷ് അയ്യം എന്ന് പറയുന്ന അഡ്മിൻ യൂസറാണ്, എല്ലാ പെർമിഷനും ഉണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന പോളിസി ആഡ് ചെയ്യാനുള്ള പെർമിഷനും മേടിക്കുന്നുണ്ട്. വേറെ എല്ലാവർക്കും പോളിസി ആഡ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ റെനിഷ് അയ്യം എന്ന് പറയുന്ന അഡ്മിൻ യൂസർക്ക് എന്ത് ചെയ്യാം, 10 യൂസേഴ്സ് ഉണ്ട്, അതിൻ്റെ അകത്ത് ഒരു യൂസർക്ക് മാത്രം ഈ പറഞ്ഞിരിക്കുന്ന പെർമിഷൻ ആഡ് ചെയ്ത് കൊടുക്കാം പോളിസിക്കകത്ത്. അങ്ങനെയാണെങ്കിൽ ആ യൂസർക്ക് മാത്രമേ ഈ പറഞ്ഞിരിക്കുന്ന സാധനത്തെ ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ബാക്കി എല്ലാവർക്കും ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒബ്ജക്റ്റ് ലോക്ക് എന്ന് പറയുന്ന കാര്യം നമ്മൾ അച്ചീവ് ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അതിനെ കുറച്ചും കൂടി കൺട്രോളബിൾ ആക്കി, അതായത് ചില ആൾക്ക് കൊടുക്കുക, ചില ആൾക്ക് കൊടുക്കില്ല, അങ്ങനെയുള്ള കൺട്രോളബിൾ ആക്കാൻ കൂടി നമുക്ക് പറ്റും. അതാണ് ഗവേണൻസ് മോഡിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളിവിടെ വന്നു, ഈ സാധനത്തിൻ്റെ അകത്ത് നമ്മൾ നെക്സ്റ്റ് അടിക്കുന്നു, ആഡ് പെർമിഷൻ കൊടുക്കുന്നു, പോളിസി മാറ്റിയതാണ്, ഒബ്ജക്റ്റ് ലോക്ക് എന്ന് പറയുന്ന പോളിസി ആക്കി മാറ്റി. ഓക്കെ, അപ്പം നമുക്ക് ഇനിയിപ്പം നമ്മൾ ആ ഒബ്ജക്റ്റിനെ നമ്മൾ ആ പെർമിഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആ ഒബ്ജക്റ്റിനെ നമുക്ക് CLI വെച്ചിട്ടൊന്ന് ഡിലീറ്റ് ചെയ്യാൻ നോക്കാം. അങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് നമ്മൾ ആ പെർമിഷൻ സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം പോരാ, നമ്മൾ കമാൻഡിൻ്റെ അകത്ത് നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു ഓപ്ഷൻ കൂടി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അത് ഡിലീറ്റ് ആവത്തുള്ളൂ. അതെന്ന് പറയുന്നത് ഈ ഒരു ഓപ്ഷനാണ്, ഈ കമാൻഡ്. ഇത് നമ്മളുടെ ഡിലീറ്റ് ഒബ്ജക്റ്റിൻ്റെ കമാൻഡാണ്. അതിൻ്റെ അകത്ത് ബൈപ്പാസ് ഗവേണൻസ് റിട്ടൻഷൻ എന്ന് പറയുന്നത്, അതായത് ഞാൻ ഒബ്ജക്റ്റ് ലോക്ക് വെച്ചിട്ട് ലോക്ക് ചെയ്ത ഒരു ഒബ്ജക്റ്റിൻ്റെ റിട്ടൻഷനെ, ഗവേണൻസ് റിട്ടൻഷനെ ഞാൻ ബൈപ്പാസ് ചെയ്യുകയാണ് എന്നുള്ള ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം ഈ പെർമിഷൻ ഉണ്ട്, പെർമിഷൻ്റെ കൂടെ നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി, അതായത് നോർമൽ രീതിയിൽ നമ്മൾ ഡിലീറ്റ് ഒബ്ജക്റ്റ് ചെയ്ത് കഴിഞ്ഞാലും പറ്റത്തില്ല, പക്ഷേ നമ്മൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമുക്കറിയാം ഇത് ഒബ്ജക്റ്റ് ലോക്ക് ചെയ്ത ഒബ്ജക്റ്റ് ആണ്, അതിന് ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ് എന്നുള്ളത് നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കൊരു എക്സ്ട്രാ കെയർ എന്ന് പറയുന്ന സാധനം കൂടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും AWS ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കൂടി ഈ കമാൻഡിൻ്റെ അകത്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇത് ഡിലീറ്റ് ആവൂ എന്ന് പറയുന്ന സാധനം. നോർമൽ ഒബ്ജക്റ്റിൻ്റെ അകത്ത് ഡിലീറ്റ് ചെയ്യാൻ ഇത് വേണ്ട, പക്ഷേങ്കിൽ ഇങ്ങനെ ഒബ്ജക്റ്റ് ലോക്ക് ചെയ്ത സാധനത്തിൻ്റെ അകത്ത് ഗവേണൻസ് റിട്ടൻഷൻ ആണെങ്കിൽ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഓപ്ഷൻ കൂടി പറഞ്ഞു കൊടുക്കണം. അപ്പം നമുക്കൊന്ന് നോക്കി നോക്കാം ഇത് ഡിലീറ്റ് ആവുമോ എന്നുള്ളത്. ഓക്കെ, നമ്മൾ കമാൻഡ് വെച്ചിട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തേ. ഓക്കെ, ഇത് കമാൻഡ് സക്സസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ പോയിട്ടൊന്ന് നോക്കി നോക്കാം. ഓക്കെ, ഒബ്ജക്റ്റ് പോയിട്ടുണ്ട് അല്ലേ, ആ വേർഷനും പോയി. ആ വേർഷൻ പോയി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്, ആ വേർഷൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ലാസ്റ്റത്തെ വേർഷനാണ്. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പം നമുക്ക് വേറെ വേർഷൻസ് ഒന്നും ഇതിനകത്ത് അവൈലബിൾ ആയിട്ടില്ല, അതായത് ആ ഒബ്ജക്റ്റ് കംപ്ലീറ്റ്ലി നമുക്ക് പോയി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, നമ്മളവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ബക്കറ്റ് എടുക്കുന്നു, നമ്മൾ ബക്കറ്റ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ഇവിടെ നിന്ന് പോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ആ ഒബ്ജക്റ്റിന് നമ്മൾ ഒബ്ജക്റ്റ് ലോക്ക് ചെയ്തതാണ്, റിട്ടൻഷൻ പീരീഡ് ഗവേണൻസ് ആണ് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്, പക്ഷേങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന IAM യൂസേഴ്സിന് അത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടി നോക്കുകയാണെങ്കിൽ നമ്മളിപ്പം ഒരു ഫയലും കൂടെ ഒബ്ജക്റ്റ് ഞാൻ ഉണ്ടാക്കുകയാണേ. ഇനി ഇവിടെ ഇതാക്കി അപ്ലോഡ് ചെയ്യുന്നു. ഓക്കെ, ഒരു തവണ അപ്ലോഡ് ചെയ്താൽ ഇനി ഒരു തവണ കൂടി ഞാൻ അപ്ലോഡ് ചെയ്യണം, അതായത് വേർഷൻ എനേബിൾഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു തവണ കൂടി ഞാൻ അതിനെ അപ്ലോഡ് ചെയ്തു. അപ്പോൾ ഞാൻ ഇപ്പോൾ 2 തവണ അപ്ലോഡ് ചെയ്തേ. ഈ 2 തവണ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 2 വേർഷൻസ് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ 2 വേർഷൻസിൻ്റെ അകത്ത് നമ്മൾ ഒബ്ജക്റ്റ് ലോക്കിനെ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പം ഇതിപ്പോൾ ഒരു വേർഷനാണ് എടുത്തത് അല്ലേ. ഞാനിപ്പം ആ ഒബ്ജക്റ്റിനല്ല എടുത്തത്, പകരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേർഷൻസ് എനേബിൾ ചെയ്തു, എന്നിട്ട് ഞാൻ ഒരു പർട്ടിക്കുലർ വേർഷനെയാണ് ഞാൻ എടുത്തത്. അതായത് ഇത് 2 വേർഷൻസ് ഉണ്ട്, അതിൻ്റെ അകത്ത് മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത വേർഷനെയാണ് ഞാൻ എടുത്തത്.
അതിനെ എടുത്തു. എന്നിട്ട് അതിൻ്റെ അകത്ത് ഒരു ഒബ്ജക്റ്റ് റിട്ടൻഷൻ ഉണ്ട്. ഞാൻ അതിനെ പിടിച്ചിട്ട് എനേബിൾ ചെയ്തു. ഗവേണൻസ് മോഡാണ് എനേബിൾ ചെയ്തത്. നാളെ വരെ സെറ്റ് ചെയ്തു, സേവ് ചെയ്തു. ഓക്കെ. ഇനിയിപ്പം നമ്മളിപ്പം അടുത്ത വേർഷൻ ഒന്ന് എടുത്ത് നോക്കാം. വേർഷൻ ചെയ്തു. ഇത് നമ്മളുടെ രണ്ടാമത് ചെയ്തതാണ്. ഇതിലാണ് നമ്മളിപ്പോൾ റിട്ടൻഷൻ മോഡ് സെറ്റ് ചെയ്തത്. ഇത് ഞാൻ എടുത്ത് നോക്കുന്നു. എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ സ്റ്റിൽ ഡിസേബിൾഡ് ആണ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന റിട്ടൻഷൻ എന്ന് പറയുന്ന സെറ്റിങ്സ് നമുക്ക് ഓരോരോ ഒബ്ജക്റ്റിൻ്റെ വേർഷൻ്റെ അകത്തും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ആ വേർഷന് മാത്രമേ അത് ആപ്ലിക്കബിൾ ആവുള്ളൂ. ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് എന്താണ്, ഒരു വേർഷൻ നമ്മളുടെ റിട്ടൻഷൻ വെച്ചിട്ട് നമ്മൾ ലോക്ക് ചെയ്തിട്ടുണ്ട്, ഒരു വേർഷൻ നമ്മൾ ലോക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരെണ്ണം ഡിലീറ്റ് ചെയ്യാൻ പറ്റും, ഒരെണ്ണം ഡിലീറ്റ് ചെയ്യാനും പറ്റത്തില്ല. അങ്ങനെയാണ് ഇരിക്കുന്നത്. അതായത് വേർഷനാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റ് ലോക്ക് റിട്ടൻഷൻ എന്ന് പറയുന്ന സാധനം അപ്ലൈ ആവുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത് ആ പോയിന്റ്. ഇനിയിപ്പം ഒരു കാര്യം കൂടി ഉള്ളത്, ഇതിൻ്റെ അകത്ത് ലീഗൽ ഹോൾഡ് എന്ന് പറയുന്ന കാര്യമാണ്. ഈ ലീഗൽ ഹോൾഡ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ലോക്ക് ചെയ്യുന്ന പരിപാടി തന്നെയാണ്. പക്ഷെങ്കിൽ അതെന്ന് പറയുന്നത് നമുക്ക് എനേബിൾ ഡിസേബിൾ എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു കാര്യം മാത്രമേ അതിനുള്ളൂ. അതിന് റിട്ടൻഷൻ പീരീഡ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ സമയത്തേക്ക് നിങ്ങൾക്ക് ആ ഒബ്ജക്റ്റിനെ ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എനേബിൾ അടിച്ചിട്ട് ലോക്ക് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് അതിൻ്റെ ലോക്ക് ചെയ്യേണ്ട സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ പിടിച്ചിട്ട് ഡിസേബിൾ ചെയ്യാം. അതായത് നിങ്ങളുടെ മാനുവലായിട്ട് ചെയ്യുന്നതിനനുസരിച്ച്, ഇതിന് റിട്ടൻഷൻ പീരീഡ് ഒന്നുമില്ല, മാനുവലായിട്ട് ചെയ്യുന്ന രീതിയിൽ കുറച്ച് സമയത്തേക്ക് നിങ്ങൾക്ക് ആ ഒബ്ജക്റ്റിനെ, അതായത് ഒരു നെക്സ്റ്റ് 7 ഡേയ്സിൽ അല്ലെങ്കിൽ 1 ഡേയിലേക്ക് അതിനെ ആരും ഡിലീറ്റ് ചെയ്യരുത് എന്നൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്ര സമയത്തേക്ക് എന്നൊക്കെ ആണെങ്കിൽ, എനിക്കറിയില്ല എത്ര സമയത്തോളം വേണ്ടി വരും എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഇതാക്കുന്നു, നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അത് പിടിച്ചിട്ട് ഡിസേബിൾ ചെയ്ത് വെക്കുന്നു. അങ്ങനെ രീതിയിൽ നമുക്ക് മാനുവലായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റ് ലോക്ക് എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനുമുള്ള ഓപ്ഷനാണ് ഈ പറഞ്ഞിരിക്കുന്ന ലീഗൽ ഹോൾഡ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന കാര്യം. ഓക്കെ, നമുക്കൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കാനെന്ന് തോന്നുന്നു. ഇതിൻ്റെ അകത്ത് നമ്മൾ ഇവിടെ വന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം കൂടി നമ്മളിവിടെ കണ്ടിരുന്നു അല്ലേ. ഇവിടെ ഇത് ബക്കറ്റാണ്, ഞാൻ ഒബ്ജക്റ്റ് അല്ല, ബക്കറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. ബക്കറ്റിൻ്റെ പ്രോപ്പർട്ടീസിൻ്റെ അകത്ത് ബക്കറ്റിലാണ് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുത്തത് അല്ലേ. എനേബിൾ ചെയ്യുന്നത് ഇവിടെയാണ്, പക്ഷേങ്കിൽ നമ്മൾ റിട്ടൻഷൻ പീരീഡ് സെറ്റ് ചെയ്യുന്നത് ഒബ്ജക്റ്റിലാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ ഒരു സെറ്റിംഗ് കൂടി ഉണ്ട്. അതായത് ഡിഫോൾട്ട് റിട്ടൻഷൻ കൂടി നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് നിങ്ങളിപ്പം ഈ പറഞ്ഞിരിക്കുന്ന ബക്കറ്റിൻ്റെ അകത്തേക്ക് പുതിയൊരു ഒബ്ജക്റ്റ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ കണ്ടിരുന്നു ഒബ്ജക്റ്റ് അപ്ലോഡ് ചെയ്ത സമയത്ത് അതിൻ്റെ അകത്ത് റിട്ടൻഷൻ പീരീഡ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരുന്നു നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റിയത് അല്ലേ. അങ്ങനെയല്ലാതെ നിങ്ങൾക്ക് ഒരു ബക്കറ്റിൻ്റെ അകത്തേക്ക് പുതിയ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തേക്ക് ഒരു ഡിഫോൾട്ട് ആയിട്ടിരിക്കുന്ന ഒരു റിട്ടൻഷൻ പീരീഡ് കൂടി സെറ്റ് ചെയ്യാം. അപ്പം അതാണ് ഞാനിവിടെ ഡിഫോൾട്ട് ആയിട്ടുള്ള റിട്ടൻഷൻ. ഇനിയിപ്പോൾ പുതിയതായിട്ട് വരുന്ന സാധനങ്ങൾക്ക് വേണ്ടേ, ഓൾറെഡി ഇരിക്കുന്ന സാധനങ്ങൾക്ക് നമുക്ക് പറ്റത്തില്ല. അതിന് വേണമെന്നുണ്ടെങ്കിൽ ബാച്ച് ഓപ്പറേഷൻ പോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടി വരും. പക്ഷേ പുതിയതായിട്ട് നമ്മൾ ഈ ബക്കറ്റിൻ്റെ അകത്തേക്ക് ഇനി ഒരു ഒബ്ജക്റ്റിനെ അപ്ലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വേർഷനെ അപ്ലോഡ് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഡിഫോൾട്ട് ആയിട്ടൊരു സാധനം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുവരാം. ഇവിടെ ഞാനിപ്പോൾ 7 ഡേയ്സ് സെറ്റ് ചെയ്തു വിചാരിക്കാം. എനേബിൾ ചെയ്തു, ഗവേണൻസ് മോഡാണ്, 7 ഡേയ്സ് സെറ്റ് ചെയ്തു. ഇത് ഞാനിവിടെ സേവ് ചെയ്തു. ഓക്കെ, സേവ് ചെയ്തു. ഇനി ഞാൻ നേരെ ഒബ്ജക്റ്റിലോട്ട് പോകുന്നു. ഒബ്ജക്റ്റിലോട്ട് പോയിട്ട് ഇതിനെ ഞാൻ തൽക്കാലത്തേക്ക് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയണേ. അല്ല വേണ്ട, നമുക്ക് പുതിയതായിട്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ ഒന്ന് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, പുതിയതായിട്ടിരിക്കുന്ന ഒരു സാധനത്തിനെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു, ക്ലോസ് അടിക്കുന്നു. കാറ്റ് ആയിരുന്നല്ലോ അല്ലേ നമ്മൾ അപ്ലോഡ് ചെയ്തത്, അതിനെ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ല അല്ലേ, ഡിഫോൾട്ടായിട്ട് ഒരു റിട്ടൻഷൻ പീരീഡ് അവൻ സെറ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ വട്ടം ഉണ്ടായിരുന്നില്ല. അപ്പോൾ സെറ്റ് ആയത് എവിടെയാണ്, 7 ഡേയ്സ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡേറ്റ് സെറ്റ്, ഇവിടെ ഡേറ്റ് ആണ് സെറ്റ് ചെയ്യേണ്ടത്. അവിടെ 7 ഡേയ്സ് പറയുന്നത് എന്താണ്, കാരണം അത് ഡിഫോൾട്ട് ആയിട്ടിരിക്കുന്ന സാധനമാണ്. ഓരോരോ ഒബ്ജക്റ്റും എപ്പോഴാണോ അപ്ലോഡ് ചെയ്യുന്നത് അത് മുതൽ എത്ര ദിവസത്തേക്ക് ഈ പറഞ്ഞിരിക്കുന്ന റിട്ടൻഷൻ സെറ്റ് ചെയ്യണമെന്നാണ് നമ്മൾ ബക്കറ്റ് പറഞ്ഞെടുക്കുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ അവൻ എന്ത് ചെയ്തു, ഈ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റ് അപ്ലോഡ് ചെയ്തു. ഡിഫോൾട്ട് റിട്ടൻഷൻ ആയിട്ട് നമ്മൾ 7 ഡേയ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒക്ടോബർ 18 തൊട്ടിട്ട് ഒക്ടോബർ 25 വരെയുള്ള 7 ഡേയ്സ് അവൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചു. ഇങ്ങനെ ഏതിനും അപ്ലോഡ് ചെയ്യുന്ന ഡേറ്റ് അവിടെ നിന്ന് എത്രയാണോ ഡിഫോൾട്ട് റിട്ടൻഷൻ പീരീഡ് നമ്മൾ ബക്കറ്റിൽ സെറ്റ് ചെയ്തത് അത് ഇൻക്രിമെൻറ്റ് ചെയ്ത് ആ ഡേറ്റ് വരെ റിട്ടേൺ ചെയ്യൂ എന്നുള്ള രീതിയിൽ അവനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒബ്ജക്റ്റ് ലോക്കിനെ വെച്ചിട്ട് പറയാനുള്ളത്.
മോസ്റ്റ്ലി നമ്മൾ കംപ്ലയിൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ലീഗൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒബ്ജക്റ്റിനെ നമുക്ക് പ്രോപ്പറായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നോർമലി ഒബ്ജക്റ്റ് ലോക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. കാരണം ഡാറ്റ പ്രൊട്ടക്ഷൻ, അതായത് ഡിലീറ്റ് ചെയ്ത് പോവാതിരിക്കുക എന്ന് പറയുന്ന കുറേ ഡാറ്റ നമുക്ക് ലീഗൽ പർപ്പസിനും കംപ്ലയിൻസ് പർപ്പസിനൊക്കെ വേണ്ടി വരും. അപ്പോൾ അത് വളരെ സിമ്പിൾ ആയിട്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ലോക്ക് എന്ന് പറയുന്ന സാധനം വെച്ചിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. അതായത് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ഈവൻ നമുക്ക് കംപ്ലയിൻസ് മോഡ് ഉണ്ട്, അതിന് റൂട്ട് യൂസർക്ക് പോലും ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനും അവിടെയുണ്ട്. അപ്പോൾ ഒബ്ജക്റ്റ് ലോക്കിനെ പറ്റിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.